എൻ്റെ അച്ഛനായിട്ടൊരു സിനിമ ചെയ്തല്ലോ, അപ്പൂപ്പനായിട്ടൊരു സിനിമ ചെയ്തു. അപ്പം മൂപ്പര് ആസ് യൂഷ്വൽ പിന്നെന്താവനെ പറഞ്ഞു ചെയ്തു. അങ്ങനെയാണ് ഈ സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ ഞങ്ങൾ ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു അബ്സ്ട്രാക്ട് പോസ്റ്ററിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1 ഇൻട്രോ എന്ന്. അപ്പോൾ അതേ പ്രതീക്ഷയാവും പാർട്ട് 1 ആ കഥാപാത്രത്തിന്റെ ഇൻട്രോ മാത്രമാണ്. ദൈവം അനുഗ്രഹിച്ച് ഈ സിനിമ നന്നായാൽ ഒരു വലിയൊരു ഡ്രീമാണ് ഇതിന്റെ ഒരു അടുത്ത ഭാഗം എന്ന് പറയുന്നത്. അത് നടക്കട്ടെ. ഇപ്പോ മൂപ്പര് വരുമ്പോ അതെന്തായാലും ഒരു അല്ല, അത് ഞാൻ ഇൻ ദ സെൻസ് വെൻ യു സേ ക്യാമിയോ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സിനിമയുടെ പ്ലോട്ടിൽ പിവറ്റലായോ അല്ലാതെയോ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ലോൺ ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ ഇതങ്ങനെ ഒരു സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കഥാപാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഖലീഫ പാർട്ട് 1 കഥയിൽ തന്നെ പല സന്ദർഭങ്ങളിലും സംഭാഷണങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ തന്നെ ഈ കഥാപാത്രത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വെറുതെ അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഇത് ലാലേട്ടൻ ഈ ക്യാരക്ടർ ഈ കഥയ്ക്ക് ഒരു കാറ്റലിസ്റ്റ് ആണ്. അത് ചെയ്യുന്നത് ലാലേട്ടൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു തൂഫാനാവുമല്ലോ. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു ഓണക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി എല്ലാവരുമായിട്ട് പോയി കുറെ കൈയടിക്കാനും വിസിലടിക്കാനും ഒക്കെ കുറെ മുഹൂർത്തങ്ങളുള്ള എവിടെ കൈയടിച്ചില്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൈയടിക്കുന്നത് എനിക്കറിയാം. അപ്പൊ അത് എൻജോയ് ചെയ്യാൻ തിയേറ്ററിലേക്ക് പോവാം.